ചെറുപയർ പരിപ്പ് കൊണ്ട് ഇതേപോലെ ഒരു കറി ഉണ്ടാക്കി നോക്കണേ, അടിപൊളി ടേസ്റ്റാണ്. അപ്പം തൊലിയില്ലാത്ത ചെറുപയർ പരിപ്പ് 1/2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ പരിപ്പെടുത്ത അതേ കപ്പിന് 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതാ ഈ ഒരു തക്കാളിയും കൂടി നമുക്ക് പരിപ്പിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടിയായിട്ട് അരിഞ്ഞാണ് ചേർക്കുന്നത്. സാധാരണ പരിപ്പ് കറിയൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ തക്കാളിയൊക്കെ കഷ്ണം വെട്ടിയിടാറല്ലേ പതിവ്. ഇതിപ്പോൾ ചെറുതായിട്ട് തന്നെ അരിഞ്ഞ് ചേർക്കുന്നത് പരിപ്പിനോടൊപ്പം തന്നെ ഇത് വെന്ത് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ കൂടെ 1 സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി കുക്കർ അടച്ച് പരിപ്പ് വേവാനായിട്ട് വയ്ക്കാം. പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു 15ഓളം ചുമന്ന ചെറിയ ഉള്ളി ഞാനൊന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. ഇതിൽ നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്നില്ല. ഇതിങ്ങനെ തന്നെയാണ് വെക്കുന്നത്. അപ്പം നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ ഉള്ള നല്ല അടിപൊളി ടേസ്റ്റും മണവും ഉള്ള ഒരു പരിപ്പ് കറിയാണിത്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല വെള്ള അരി ചോറുണ്ടല്ലോ, അതിനോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണിത്. ഇനി എരിക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കണമെന്നില്ല, വട്ടത്തിൽ അരിഞ്ഞെടുത്താലും മതി. നമ്മൾ കളറിന് വേണ്ടി മാത്രമാണ് വറ്റൽമുളക് ചേർക്കുന്നത്, അതും കാശ്മീരി മുളക് പൊടി. ഇനി ഒരു ചട്ടിയിൽ 2 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ കടുകിടാം. കൂടെ 1/4 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. കടുകും നല്ല ജീരകവും നല്ലതുപോലെ ഒന്ന് പൊട്ടി ഒരു മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൽ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയെല്ലാം നല്ല വഴന്നതിന് ശേഷം അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തുക. വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർക്കുന്നത് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. ഇനി 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണമെല്ലാം മാറി വന്നതിന് ശേഷം വേവിച്ച ചെറുപയർ പരിപ്പും തക്കാളിയുടെയും കൂട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇനി കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ചപ്പാത്തിക്കൊപ്പമാണ് നിങ്ങൾ ഈ കറി എടുക്കുന്നതെങ്കിൽ കുറച്ച് കട്ടിക്ക് തന്നെ എടുക്കണം. ചോറിനാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കാം. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 1/4 ടീസ്പൂണോളം നല്ല ജീരകത്തിൻ്റെ പൊടിയും 2 തണ്ട് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് നുള്ളിയെടുത്തത് നല്ല ജീരകത്തിൻ്റെ പൊടി മൊത്തത്തിലൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 1/4 ടീസ്പൂണോളം ഉണ്ടത്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോഴാണ് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. ഇനി ചൂടോടുകൂടി തന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ 1 സ്പൂൺ നെയ്യ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ പരിപ്പ് കറി ഇവിടെ റെഡിയായി. അപ്പോൾ എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ?